കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് പോരും ചേരിപ്പോരും ഒക്കെ ഇപ്പോൾ ഒരു പതിവ് സംഗതിയായി മാറിയിട്ടുണ്ട്. അത് ജില്ല തിരിച്ചും മണ്ഡലം അടിസ്ഥാനത്തിലും ഒക്കെയും അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പത്തനംതിട്ടയിൽ എന്താണ് പ്രശ്നം? കാവ്യ, സംസ്ഥാന തലത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് പത്തനംതിട്ടയിലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്നത്. അതായത് KC വേണുഗോപാൽ പക്ഷം പത്തനംതിട്ടയിൽ പിടിമുറുക്കാനുള്ള ശ്രമമാണ്. നമുക്കറിയാം, നേരത്തെ മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടു പോകാൻ ഇടയാക്കിയതും ഈ KC വേണുഗോപാൽ പക്ഷം പഴകുളം മധുവിലൂടെ പത്തനംതിട്ടയിൽ നടത്തുന്ന കരുനീക്കങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ KC വേണുഗോപാൽ പക്ഷമാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ചെന്നിത്തല വിഭാഗം ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ഈ വിജയ് ഇന്ദുചൂടൻ അട്ടിമറിക്കുന്നുവെന്നാണ് ദേശീയ നേതൃത്വം പരാതിയിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അയിരൂർ മണ്ഡലം പ്രസിഡന്റ് അബിനെ വിജയ് ഇന്ദുചൂടൻ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് നിയമിക്കുന്നു. ഈ നിയമനത്തെ സംസ്ഥാന നേതൃത്വം തന്നെ റദ്ദ് ചെയ്യുന്നു. ഈ റദ്ദ് ചെയ്ത തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് വിജയ് ഇന്ദുചൂടൻ ഈ അബിനെ അയിരൂർ മണ്ഡലം പ്രസിഡന്റായി സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത് വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ടാണ് ചെന്നിത്തല വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരാതി എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് RSS വിട്ട CPM-ലേക്ക് എത്തിയ യദു കൃഷ്ണൻ വലിയ ഒരു ആരോപണം മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ 400ഓളം യുവമോർച്ച പ്രവർത്തകർ വോട്ട് ചെയ്തുവെന്നും അത് വിജയ് ഇന്ദുചൂടന് വേണ്ടിയാണ് വോട്ട് ചെയ്തെന്നാണ് ആരോപണമാണ് മുമ്പോട്ട് വെച്ചത്. അതിൽ തെളിവുകൾ സഹിതം വിജയ് ഇന്ദുചൂടൻ ആരോപണം നിഷേധിച്ചാൽ പുറത്തുവിടുമെന്നും ഈ യദു കൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിജയ് ഇന്ദുചൂടൻ ഈ തെളിവുകൾ ഇത്തരം ഒരു ആരോപണത്തെ നിഷേധിക്കുവാനോ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിലും ചെന്നിത്തല വിഭാഗത്തിന് കടുത്ത അതൃപ്തിയാണ്. അതായത് RSSഉം യുവമോർച്ച പ്രവർത്തകരും മുൻ യുവമോർച്ച പ്രവർത്തകരും ആരോപണം ഉന്നയിക്കുന്ന വളരെ ഗൗരവമുള്ള സംഘടനയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംസ്ഥാന പ്രസിഡന്റായി മാറിയത് നമുക്കറിയാം. വലിയ വിവാദങ്ങൾ, വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്നൊക്കെ വാർത്തകളും അത്തരം പരാതികളും ആക്ഷേപങ്ങളും നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലയിൽ സൂരൻ ജലദൂർ എന്ന BJP നേതാവിന്റെ സഹായത്തോടെയാണ് വിജയ് ഇന്ദുചൂടൻ വിജയിച്ചതെന്ന യദുകൃഷ്ണന്റെ വളരെ ശക്തമായ ആരോപണം വരുന്നത്. അത്ര വലിയ ഗുരുതരമായ ആരോപണം വന്നിട്ടും വിജയ് ഇന്ദുചൂടൻ ഇത് പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിലും കടുത്ത അതൃപ്തിയിലാണ് ചെന്നിത്തല വിഭാഗമുള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, ആ മാർച്ചിൽ വളരെ ആളുകൾ കുറവായിരുന്നു. പ്രത്യേകിച്ച് ചെന്നിത്തല ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ഈ മാർച്ചിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് പഴകുളം മധു ഉദ്ഘാടനം ചെയ്ത ഒരു KPC ജനറൽ സെക്രട്ടറി, അങ്ങനെ KPC ജനറൽ സെക്രട്ടറി പഴകുളം മധുവിന് ഷോ കാണിക്കാൻ വേണ്ടി മാത്രം മാർച്ചുകളും കാര്യങ്ങളും പ്രോഗ്രാമുകളും ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്ന ആക്ഷേപവും ശക്തമാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് ചെന്നിത്തല വിഭാഗം നൽകിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അധികാരം ഏറ്റെടുത്ത സമയം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ്. ഏകപക്ഷീയമായ തീരുമാനം കൈക്കൊള്ളുന്ന പരാതിയാണ് ഈ ചെന്നിത്തല വിഭാഗം ദേശീയ നേതൃത്വത്തിന് അറിയിച്ചിരിക്കുന്നത്. ശരി, സുജു T. ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.